നമസ്കാരം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗുരുതരമായ വീഴ്ചകളാണ്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാതെയും തേഞ്ഞ ടയറോട് കൂടിയ വിമാനങ്ങൾ പറക്കുന്നതായി DGCA കണ്ടെത്തി. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉപകരണങ്ങൾ സർവീസ് ചെയ്യാതെയാണ് ദീർഘകാലമായി ഉപയോഗിക്കുന്നത്. ചില വിമാനത്താവളങ്ങളിലെ റൺവേ മാർക്കിങ്ങുകൾ മാഞ്ഞുപോയി. സമീപത്തെ കെട്ടിടങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വർഷങ്ങളായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന അടക്കമുള്ള ഗുരുതര വീഴ്ചകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. 275 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെയാണ് രാജ്യത്തെ വിമാനത്താവളങ്ങളിലും ഏവിയേഷൻ മേഖലയിലും സുരക്ഷാ ഓഡിറ്റ് നടത്താൻ DGCA തീരുമാനിച്ചത്. തുടർന്ന് ഡൽഹിയിലെയും മുംബൈയിലെയും അടക്കമുള്ള പ്രധാന വിമാനത്താവളങ്ങളിൽ 2 സംഘങ്ങളായി തിരിഞ്ഞ് സുരക്ഷാ പരിശോധന നടത്തി. ഫ്ലൈറ്റ് ഓപ്പറേഷൻ, വിമാനത്തിന്റെ പറക്കൽ ശേഷി, റാമ്പുകളുടെ സുരക്ഷ, എയർ ട്രാഫിക് കൺട്രോൾ, ആശയവിനിമയം, വിമാനയാത്രയ്ക്ക് മുമ്പുള്ള ആരോഗ്യ പരിശോധന, അറ്റകുറ്റപ്പണി തുടങ്ങിയ കാര്യങ്ങളാണ് സംഘം പരിശോധിച്ചത്. ഒരേ വിമാനത്തിൽ തുടർച്ചയായി നിരവധി തവണ സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയെങ്കിലും ഇവ കൃത്യമായി പരിഹരിക്കാൻ വിമാന കമ്പനിക്ക് കഴിയാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് DGCA ചൂണ്ടിക്കാട്ടി. തേഞ്ഞ ടയറുമായി ആഭ്യന്തര സർവീസ് നടത്താനിരുന്ന വിമാനം തടഞ്ഞുവെച്ചു. പിന്നീട് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷമാണ് സർവീസ് തുടരാൻ അനുവദിച്ചതെന്നും DGCA അറിയിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. വിമാനത്തിന്റെ തകരാറുകൾ തിരിച്ചറിഞ്ഞെങ്കിലും പലതും ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന സ്ഥലങ്ങളിലും DGCA പരിശോധന നീണ്ടു. പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന സിമുലേറ്റിൽ ഉപയോഗിച്ചിരുന്ന കാലഹരണപ്പെട്ട സോഫ്റ്റ്വെയർ ആയിരുന്നു. അത് പറത്തേണ്ടിയിരുന്ന വിമാനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്രമീകരണങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഇത്തരം കണ്ടെത്തലുകൾ ബന്ധപ്പെട്ട വിമാന കമ്പനികൾക്കും ഉദ്യോഗസ്ഥർക്കും അറിയിച്ചിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇത്തരം പരിശോധനകൾ ഇനിയും തുടരുമെന്നും DGCA അറിയിച്ചു. വിമാന ദുരന്തം അടിക്കടി ഉണ്ടായിട്ടും വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഭയമുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തയ്യാറെടുപ്പുകൾ അഥവാ ഒരു പൊളിച്ചെഴുത്തിന് DGCA ഇപ്പോൾ ഒരുങ്ങുകയാണ്. കൂടാതെ അഹമ്മദാബാദ് വിമാനാപകടം നടന്നതിന് ശേഷവും എയർ ഇന്ത്യയുടെ സകല വിമാനങ്ങളും ടേക്ക് ഓഫ് ചെയ്ത് ഒരു പകുതിയിലെത്തുമ്പോൾ തന്നെ അവർ പൈലറ്റുമാർ ATCയുമായി ബന്ധപ്പെട്ട വിമാനം തിരിച്ച് എമർജൻസി ലാൻഡിംഗ് ചെയ്യണമെന്ന് പറയുകയാണ്. കാരണം ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാകുന്നു, സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒന്നേ ടയറിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒന്നേ ലിവറുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ടാകുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ തന്നെ സ്ഥിരീകരിക്കാത്ത ഒരു വിവരം വന്നത് അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരിക്കാത്ത ഒരു അനൗദ്യോഗികമായ ഒരു വിവരം വന്നത് ഈ പൈലറ്റിൻ്റെ, അതായത് മെയിൻ പൈലറ്റിൻ്റെ സീറ്റ് ചെറിയ രീതിയിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു ബാലൻസ് അല്ലായിരുന്നു. അത് നേരാവണ്ണം ഒരു കറക്റ്റായിട്ട് ഇരിക്കാത്തത് മൂലം വിമാനം റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് പൈലറ്റിന് മറ്റ് സാങ്കേതിക കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴുണ്ടായ ഒരു പാകപ്പഴിവാണ് അപകട കാരണം എന്നൊക്കെയാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് ഔദ്യോഗികമായ DGCA അഥവാ സിവിൽ ഏവിയേഷൻ ഒന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല ഔദ്യോഗിക കാരണങ്ങൾ. അങ്ങനെ പല രീതിയിൽ എയർ ഇന്ത്യയുടെ അടക്കം പല വിമാനങ്ങൾ, അതായത് ഈ വിമാനയാത്രക്കാർ, വിമാന കമ്പനികൾ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എയർ ഇന്ത്യയും അഥവാ ഇന്ത്യയും ഇവർ ഓരോ വർഷവും ഇവരുടെ വിമാനത്തിൻ്റെ ലാഭങ്ങൾ ഇവർ പരിശോധിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയും അഥവാ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയും ഇവർ കൂടുതലായി യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നു. യാത്രക്കാർക്ക് നേരായ രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങളൊന്നും വിമാന കമ്പനികൾ ഒരുക്കി കൊടുക്കുന്നില്ല. കൂടാതെ ഒരു വിമാനത്തിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു കോടിക്കണക്കിന് രൂപ അഥവാ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് വരും. അതുകൊണ്ട് തന്നെ ഇവർ അങ്ങനത്തെ രീതിയിലേക്ക് ഒരു മുതിരാതെ നിൽക്കുമ്പോഴാണ് വലിയ രീതിയിലൊരു വിമാന അപകടം തന്നെ ഉണ്ടാവുന്നതും യാത്രക്കാർക്ക് വലിയ രീതിയിലൊരു ദുരിതത്തിലേക്ക് ആകുന്നതും. അതെല്ലാം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് DGCAയും അതോടൊപ്പം തന്നെ സിവിൽ ഏവിയേഷനും സംയുക്തമായി തന്നെ ഒരു നിർണായകമായ തീരുമാനങ്ങൾ ഓരോ ദിവസവും കൈക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.